മുഖം ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. പക്ഷേ തന്നെ ചുവരിനോടും ദൃഢമായ നെഞ്ചിനോടും ചേർത്ത് നിർത്തി പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ തന്നെ തന്നെ നോക്കുന്നവനെ കണ്ട് അവളുടെ ദേഷ്യമെല്ലാം ആവിയായി പോയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവർ പരസ്പരം ചേർന്നു. രണ്ടുപേരുടെയും ഹൃദയതാളം ഒന്നായിരുന്നു. എന്നാലും അവളുടെ മുഖത്തെ ദേഷ്യം കണ്ട് അവൻ ദയനീയമായി നോക്കി. ഇനിയും ഇങ്ങനെ നിന്നാൽ മനസ്സിലുള്ളത് അവനു മുന്നിൽ വെളിപ്പെടുമെന്ന ഭയത്താൽ അവൾ അവനെ തള്ളി മാറ്റി നടക്കാനാഞ്ഞു. എന്നാൽ അവളെ അതേ വേഗത്തിൽ അവൻ പിടിച്ച് നെഞ്ചിലേക്കിട്ടിരുന്നു. ബാലൻസ് തെറ്റി രണ്ടുപേരും ബെഡിലേക്ക് വീണു. അച്ചുവിൻ്റെ മുകളിലായിട്ടായിരുന്നു അവൾ വന്ന് വീണത്. അവൾ പകപ്പോടെ അവനെ നോക്കി. ഓർമ്മകൾ അവനിൽ വീണ്ടും വേദന നിറച്ചു. അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. അവളൊന്ന് നീങ്ങിക്കൊണ്ട് അവൻ്റെ ചുമലിൽ നഖങ്ങൾ അഴുത്തി. അവളുടെ കഴുത്തിടുക്കിൽ നനവ് തട്ടിയപ്പോൾ അവൾ പകപ്പോടെ അവൻ്റെ മുഖം പിടിച്ചുയർത്തി. അവൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് അവളുടെ നെഞ്ചു പൊടിഞ്ഞു. അച്ചേട്ടാ. വർഷങ്ങൾക്ക് ശേഷം മനസ്സോടെ വേദനയോടെ അവൾ വീണ്ടും അവനെ വിളിച്ചു. വയ്യടി, ഇനിയും പറ്റില്ല എനിക്ക്. എന്നെ ഒന്ന് കൊന്നു താമോ. നിന്റെ അകൽച്ച എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മതിയാക്കമ്മോ. നീയില്ലെങ്കിൽ, നമ്മുടെ പ്രണയമില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഇനിയും കരയാൻ വയ്യ എനിക്ക്. ഈ 3 വർഷം ഞാൻ കരഞ്ഞു തീർത്തത്, എൻ്റെ ചങ്ക് പൊട്ടി ചോരയൊഴുകിയത് നീ കണ്ടില്ലേ അമ്മോ. ഇനിയും ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറഞ്ഞ ഈ ജീവൻ കൂടി ഞാൻ എടുക്കും. അവൾ അവൻ്റെ വാ മൂടി അരുതെന്ന് തലയാട്ടി. അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. ഇത്രയും വേദനിച്ചിരുന്നോ അച്ചേട്ടൻ? ചങ്ക് പൊട്ടി കരഞ്ഞിരുന്നോ? അവൾ വേദനയോടെ അവനെ നോക്കി. അവൾ ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു. അവൻ നിർവികാരമായി അവളെ നോക്കി. അവൾ മലർന്നു കിടന്ന് അവനു നേരെ കൈനീട്ടി. അവൻ അവളെ മിഴിച്ചു നോക്കി. വാ അച്ചേട്ടാ, അച്ചേട്ടൻ്റെ അമ്മ അല്ല ഞാൻ. അവൾ വാത്സല്യത്തോടെ അലിവോടെ പറഞ്ഞതും അവൻ കണ്ണുകൾ നിറച്ച് അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ അവനെ നെഞ്ചോടടക്കി പിടിച്ചു. അവൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു. അവൻ്റെ മുടിയിഴകളിലൂടെ അവളുടെ കൈവിരലുകൾ തഴുകിക്കൊണ്ടിരുന്നു. വേദനയായിരുന്നു, പരിഭവമായിരുന്നു, ദേഷ്യമായിരുന്നു. ഒരു നിമിഷമെങ്കിലും എന്നെ തള്ളി പറഞ്ഞതിന്. പലവട്ടം പറഞ്ഞിട്ടും അവളെ അകറ്റി നിർത്താതെ സ്വയം നേടിയെടുത്ത ചക്രവ്യൂഹത്തിൽ പെട്ടുപോയപ്പോൾ വെട്ടേറ്റ് വീണത് എൻ്റെ അച്ഛൻ കൂടിയായിരുന്നില്ലേ? അവളുടെ വാക്കുകളെ പിടച്ചിലും വേദനയും കണ്ട് അവൻ മുഖമുയർത്തി നോക്കി. അമ്മു, അവൻ വേദനയോടെ വിളിച്ചു. അവൻ അവളിൽ നിന്നും അകന്നിരുന്ന് ബെഡിൽ ചാരിയിരുന്നു. അവളെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് വിളിച്ചു. നിന്നെയല്ലാതെ മറ്റൊരാൾക്ക് സ്ഥാനം കൊടുത്തതല്ല അമ്മു. ഒരിക്കൽ പരസ്യമായി വലിയൊരു ജനക്കൂട്ടത്തിന് മുന്നിൽ ഞാൻ കാരണം അവൾ അപമാനിക്കപ്പെട്ടപ്പോൾ അതിനുള്ള പ്രായശ്ചിത്തമായിരുന്നു അവളോട് കാണിച്ച സൗഹൃദം. രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഫോണിലൂടെ നിലവിളിച്ചപ്പോൾ അവളുടെ സ്ഥാനത്ത് ഞാൻ നിന്നെ ആലോചിച്ചു. ഒരു പെൺകുട്ടി സഹായം ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ കഴിഞ്ഞില്ല. അപ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല അമ്മു, ഞാൻ ചതിക്കപ്പെടുവാണെന്ന്. എനിക്കെല്ലാം നഷ്ടമാകാൻ പോകുന്നുവെന്ന്. മയക്കം വിട്ടുണരുമ്പോൾ എൻ്റെ അരികിൽ ആകുലതയോടെ നോക്കിയിരിക്കുന്ന അവളുടെ മുഖമാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് നീ ഓരോന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ നിയന്ത്രണം വിട്ട് പറഞ്ഞു പോയത്. ഞാൻ കാരണം വിശ്വച്ചൻ, എൻ്റെ തച്ചുമോൾ, എല്ലാം ഞാൻ കാരണമല്ലേ? ഓരോ ദിവസവും ഞാൻ ഉരുകിത്തീരുകയായിരുന്നു. മനു സത്യങ്ങളെല്ലാം പറയുമ്പോൾ നീ എന്നിൽ നിന്നും അകന്നിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു, നീ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന്. പക്ഷെ ഒരിക്കൽ പോലും നീ വീണ്ടും എൻ്റെ അമ്മുവായി വന്നില്ല. ഒടുവിൽ തിരികെ വന്നപ്പോൾ നീ എൻ്റെ അമ്മുവായിരുന്നില്ല, സാരംഗിയായിരുന്നു. വെറും സ്വാരംഗി വിശ്വനാഥൻ. നിനക്കറിയോ അമ്മു, ഒരിക്കൽ ഞാൻ എൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചതാ. അന്ന് മനു വന്നില്ലായിരുന്നുവെങ്കിൽ. അവൾ ഞെട്ടി അവനെ നോക്കി. അച്ചേട്ടാ. അവൾ പകപ്പോടെയും ദേഷ്യത്തോടെയും അവനെ വിളിച്ചു. പറ്റാഞ്ഞിട്ടാടി. നീ ഇല്ലാതെ, നമ്മുടെ പ്രണയമില്ലാതെ എല്ലാം കൂടി എൻ്റെ സമനില തെറ്റി. പക്ഷെ പലപ്പോഴായി ഞാൻ അറിഞ്ഞു നിനക്കെന്നോട് വെറുപ്പാണെന്ന്, പ്രതികാരമാണെന്ന്. അവിടെ തകർന്നു പോയി ഞാൻ. അന്ന് നിന്നെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ആദ്യം പകച്ചുപോയെങ്കിലും സ്വർഗം കീഴടക്കിയ പ്രതീതിയായിരുന്നു. പലപ്പോഴായി ഞാൻ തിരിച്ചറിഞ്ഞു നിന്റെ ദേഷ്യവും വെറുപ്പും പ്രതികാരവും എല്ലാം വെറും മുഖംമൂടിയാണെന്ന്. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടാണ് നീ ഇവിടേക്ക് തിരിച്ചു വന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. നിന്റെ ഉള്ളു നിറയെ ഞാനാണമ്മു. അന്ന് കാറിൽ നിന്നിറങ്ങി എന്നെ ഒരു ബൈക്ക് തട്ടിയപ്പോൾ നിന്റെ വെപ്രാളവും പേടിയും കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. മനുവിനോട് പോലും നീ ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. നിന്റെ മനസ്സ് മറ്റാരേക്കാളും ഞാനല്ലാതെ ആരാമോ മനസ്സിലാക്കുക? ശ്രീറാമയുടേക്ക് വന്നപ്പോൾ നീ അവനോട് എന്നേക്കാൾ അടുപ്പം കാണിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് നന്നായി ദേഷ്യം വന്നു.
അവൻ്റെ മുഖം വീർത്തത് കണ്ട് അവൾക്ക് ചിരി പൊട്ടി. അവൾ അവൻ്റെ വീർത്ത കവിളിൽ ഉമ്മ വെച്ചു. അച്ചു അവളെ മിഴിച്ചു നോക്കി. കുശുമ്പൻ, അവനെ നോക്കി കുറുമ്പോടെ അവൾ പറഞ്ഞു. അവനൊന്ന് ചിരിച്ചു. അച്ചേട്ടാ, തൽക്കാലം നമ്മുടെ ഒളിച്ചുകളി ഇങ്ങനെ പോട്ടെ. ശത്രുക്കൾ നമ്മളിപ്പോഴും പിരിഞ്ഞു നിൽക്കുവാണെന്ന് വിചാരിക്കട്ടെ. അവർക്കുള്ള പ്രതിഫലം ഞാൻ കൊടുക്കുന്നുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമല്ലേ കുഞ്ഞാടെ. അവളുടെ മുഖം വന്യമാകുന്നത് കണ്ട് അവനൊന്ന് നോക്കി. എന്തു വന്നാലും കൂടെ ഉണ്ടാകുമെന്ന പോലെ അവൻ അവളുടെ കൈകൾ കോർത്തു പിടിച്ച് നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. അവളുടെ മുഖം വീർത്തു. അവൻ കാര്യമറിയാതെ അവളെ മിഴിച്ചു നോക്കി. ഇത്രയും വർഷം എന്നെ തനിച്ചാക്കിയതിൻ്റെ കടം വീട്ടണം എനിക്ക്. അവളുടെ മുഖം മുറുകിയത് കണ്ട് അവൻ വീണ്ടും അവളെ ദയനീയമായി നോക്കി. മങ്ങിയ മുഖത്തോടെ അവൻ അവളെ നോക്കി. അവൾ എഴുന്നേറ്റ് മുട്ടുകുത്തി അവൻ്റെ നേരെ നോക്കി. അച്ചു അവളെ മിഴിച്ചു നോക്കി. അവൾ രണ്ടാ കൈകളും കൊണ്ട് അവൻ്റെ മുഖം കയ്യിലെടുത്തു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ ഇരു കണ്ണുകളിലും ചുംബിച്ചു. മൂക്കിൻ തുമ്പിലും നെറ്റിയിലും ഇരു കവിളുകളിലും അവൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവൻ സംതൃപ്തിയോടെ കണ്ണുകളടച്ച് അവളുടെ ചുംബനങ്ങൾ സ്വീകരിച്ചു. ചുണ്ടുകളിൽ അവളുടെ ശ്വാസം പതിഞ്ഞതും അവൻ ഞെട്ടിപ്പിടഞ്ഞ് അവളെ കണ്ണു തുറന്നു നോക്കി. ആ നിമിഷം തന്നെ അവൾ അവൻ്റെ ചുണ്ടുകളെ കവർന്നിരുന്നു. അച്ചു വിറച്ചുപോയി. അവൻ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. അവൾ തുടങ്ങി വെച്ച ചുംബനം അവൻ ഏറ്റെടുത്തിരുന്നു. ഇരുവരും പരസ്പരം കെട്ടിപ്പിണഞ്ഞ് നാഗങ്ങളെപ്പോലെ വന്യമായി പരസ്പരം ചുംബിച്ചു. വർഷങ്ങൾക്ക് ശേഷമുള്ള ദീർഘമായ ചുംബനം. രണ്ടുപേരുടെയും പരിഭവങ്ങളും പരാതികളും വേദനകളും എല്ലാം പരസ്പരം പങ്കുവെച്ചു. ശ്വാസം വിലങ്ങുതടിയായതും അമ്മു അവനിൽ നിന്നും ചുണ്ടുകൾ വലിച്ചെടുത്ത് അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി. കിതപ്പടക്കുന്ന അവളുടെ മുതുകിൽ അവൻ തഴുകിക്കൊണ്ടിരുന്നു. അവൾ നാണത്തോടെ അവൻ്റെ ടീഷർട്ടിൽ മുറുകെ പിടിച്ചു. വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേരും ആശങ്കയകന്ന സംഘർഷമൊഴിഞ്ഞ മനസ്സുമായി നിദ്ര പുൽകി. അച്ചുവും അവൻ്റെ അമ്മുവും മാത്രമുള്ള അവരുടെ പ്രണയലോകത്ത്. ഇതേസമയം മുറിയിലേക്ക് വന്ന് വാതിൽ ലോക്ക് ചെയ്യുന്ന മനുവിനെ കണ്ട് അല്ലു വിറയലോടെ നിന്നു. വിറയലോടെ നിൽക്കുന്ന അല്ലുവിനെ കണ്ട് ഡോറിൽ ചാരി നിന്നുകൊണ്ട് മനു നോക്കി. തല കുനിച്ചു നിൽക്കുകയായിരുന്നു അവൾ. മുഖത്തെ പരിഭ്രമവും പതർച്ചയും കണ്ട് മനു അവൾക്കടുത്തേക്ക് നടന്നു. അല്ലു മുഖമുയർത്തിക്കൊണ്ട് അവനെ നോക്കി. അവൻ കൈകെട്ടി അവളെയും. എന്താ മിസ്സസ് ഹേമചന്ദ്രൻ മോഹൻ ഒരു പരിഭ്രമം? മനു കുസൃതിയോടെ ചോദിച്ചപ്പോൾ അവൾ അവനെ നോക്കി വീണ്ടും തല കുനിച്ചു. മനു ബാൽക്കണിയിലേക്ക് നടന്നു. പിന്നാലെ വരാൻ കണ്ണുകൊണ്ട് അവളോട് ആംഗ്യം കാണിച്ചു. അല്ലു മനുവിൻ്റെ പുറകെ നടന്നു. റൈലിങ്ങിൽ പിടിച്ചുകൊണ്ട് മനു ആകാശത്തേക്ക് നോക്കി നിന്നു. അരികിൽ അവളുടെ സാമീപ്യം അറിഞ്ഞതുപോൽ അവൻ തിരിഞ്ഞു നോക്കി. നേരിയതിൽ കൈ ചുരുട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു അവൾ. മനു അവളെ അവളിട്ടിരുന്ന ചെയറിൽ പിടിച്ചിരുത്തി. റിലാക്സ്, താനിങ്ങനെ നെർവസ് ആകാതോ? മനു ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. തനിക്ക് എന്നെ നല്ലൊരു ഫ്രണ്ടായി കാണാം. അതിനപ്പുറം ഞാൻ ഒരു ഭർത്താവിൻ്റെ അധികാരമൊന്നും തന്നോട് കാണിക്കില്ല. എന്നെങ്കിലും ഈ താലി അഴിച്ച് തിരികെ തന്ന് തനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും തടയില്ല. ജീവിതം തൻ്റേതാണ്. ഈ വിവാഹത്തിൽ പോലും തൻ്റെ അഭിപ്രായം ആരും ചോദിച്ചില്ലെന്നും എനിക്കറിയാം. അന്നത്തെ സാഹചര്യത്തിൽ തന്നെ രക്ഷിക്കാൻ ഞാൻ മറ്റൊരു വഴിയും കണ്ടില്ല. ഞാൻ തുറന്നു ചോദിച്ചോട്ടെ, ഈ താലി തനിക്കൊരു ഭാരമാണോ? അവൻ്റെ ഇടറിയ വാക്കുകൾ കേട്ട് അവൾ പകച്ചു നോക്കി. അവളുടെ കൈകൾ താലികയിൽ മുറുകി. അല്ല, ഒരിക്കലും അല്ല. ഒട്ടും പ്രതീക്ഷിക്കാതെയാണെങ്കിലും ഇനി താലി എനിക്കൊരു സംരക്ഷണമാണ്. എന്നെ ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന ഒരു കവചം. എന്നെങ്കിലും ഒരിക്കൽ സാർ ഇത് തിരികെ വാങ്ങുമ്പോൾ അല്ലാതെ ഞാനിത് എന്നിൽ നിന്നും അടർത്തി മാറ്റില്ല. അവളുടെ വാക്കുകൾ അവൻ്റെ മനസ്സൊന്ന് തണുപ്പിച്ചിരുന്നു. കണ്ണുകൾ പരസ്പരം ഇടഞ്ഞപ്പോൾ അവർ നോട്ടം മാറ്റിയിരുന്നു. ഞാൻ ഒരിക്കലും അത് തിരികെ വാങ്ങില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചു കെട്ടിയതല്ലേ. കള്ളച്ചിരിയോടെ പറയുന്നവനെ അവൾ മിഴിച്ചു നോക്കി. ആഗ്രഹിച്ചു കെട്ടിയതോ? അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല. സത്യം പറയാലോ, അന്ന് ആദ്യമേ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ നിന്നോട് മറ്റാരോടും തോന്നാത്തൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു പിടപ്പായിരുന്നു. അന്ന് നിന്നെ വീടിനടുത്ത് ഇറക്കി വിടുമ്പോൾ പോലും നീ അറിയാതെ നിൻ്റെ പിന്നാലെ ഞാൻ ഉണ്ടായിരുന്നു. അനിരുദ്ധ സാറിൻ്റെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു സാർ. സാറിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. പിന്നീട് നിന്നെ ഓഫീസിൽ കാണാതായപ്പോൾ എനിക്കുണ്ടായ വിഷമവും വേദനയും നിനക്കറിയില്ലല്ലോ. അവൻ്റെ വാക്കുകൾ ഏതോ ഗുഹയിലെന്ന പോലെയായിരുന്നു അവൾ കേട്ടത്. നിന്നെ അന്വേഷിച്ച് പുറപ്പെടുമ്പോൾ നിനക്കൊന്നും പറ്റരുതേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തിന് എൻ്റെ ഓഫീസിലെ വെറുമൊരു എംപ്ലോയിയായ നിന്നെ തിരക്കി വരണം? എൻ്റെ മനസ്സിലുള്ളത് നീ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. നീ ഇതുവരെയും എൻ്റെ മനസ്സ് കണ്ടിട്ടില്ലല്ലോ.
അവൻ വേദനയോടെ പറഞ്ഞുകൊണ്ട് തിരികെ മുറിയിലേക്ക് കയറി ബെഡിൽ പോയി കിടന്നു. അവൾ അപ്പോഴും അവൻ പറഞ്ഞ വാക്കുകളുടെ പൊരുൾ ചികഞ്ഞെടുക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അവൻ്റെ വാക്കുകൾ അവൾക്കുള്ളിൽ കുളിർമഴ പെയ്യിച്ചു. കാരണം കുറച്ചു ദിവസം കൊണ്ട് തന്നെ അർഹതയില്ലാഞ്ഞിട്ടും മനുവിൻ്റെ താലിയുടെ സംരക്ഷണം എന്നും തന്നോടൊപ്പം ഉണ്ടാവണമെന്നും ആ വീട്ടിലുള്ളവരുടെ സ്നേഹവും കരുതലും ഒരിക്കലും നഷ്ടപ്പെടരുതേയെന്നും അവളും ആഗ്രഹിച്ചിരുന്നു. ബാൽക്കണിയിലെ ഡോർ അടച്ച് അവൾ ബെഡിൽ കിടക്കുന്ന മനുവിനെ നോക്കി. കണ്ണിനു കുറുകെ കൈകൾ വെച്ച് കിടക്കുകയായിരുന്നു അവൻ. അപ്പോഴാണ് ടേബിളിലിരിക്കുന്ന പാല് അവൾ ശ്രദ്ധിച്ചത്. അവൾ ഗ്ലാസ് കയ്യിലെടുത്ത് അവനെ തട്ടി വിളിച്ചു. അവൻ കണ്ണു തുറന്നുകൊണ്ട് അവളെ നോക്കി. കുടിച്ചിട്ട് കിടന്നോടെ? പരുങ്ങിക്കൊണ്ട് ചോദിക്കുന്നവളെ അവനൊന്ന് നോക്കിയിട്ട് ഗ്ലാസ് വാങ്ങി പകുതി കുടിച്ചിട്ട് അവൾക്കും നീട്ടി. അവളും പകുതി കുടിച്ചു. അവൻ ബെഡിലേക്ക് മലർന്നു കിടന്ന് മുകളിലേക്ക് നോക്കി കിടന്നു. ലൈറ്റ് അണച്ച് അവൾ ഒരു വശത്തേക്ക് കിടന്നപ്പോൾ അവനെ നോക്കി. പെട്ടെന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ തല ചേർത്ത് കിടന്നതും മനു ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. പിന്നീട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഇങ്ങനെ കിടന്നോട്ടെ ഞാൻ, കുറച്ച് സമയം വേണം എനിക്ക്. പെട്ടെന്നല്ലേ ഓരോന്ന് സംഭവിച്ചത്. അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. അല്ലു അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ഉറങ്ങി. രാവിലെ വർക്കൗട്ടിന് എണ്ണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് അച്ചുവിനെ അന്വേഷിച്ച് റൂമിലെത്തിയ മല്ലിക മുന്നിലെ കാഴ്ച കണ്ട് കണ്ണും തള്ളി വായും തുറന്നു നിന്നു. കണ്ടത് സത്യമോ മിഥ്യയോ എന്നറിയാതെ ഒന്നുകൂടി കണ്ണു തിരുമ്മി അവർ നോക്കി. പെട്ടെന്ന് മല്ലിക താഴോട്ടോടി ചന്ദ്രമോഹനെ വിളിച്ചു. അവരുടെ കിതപ്പും ഭാവവും കണ്ട് ചന്ദ്രൻ പകപ്പോടെ നോക്കി. ഒന്ന് വേഗമാ ചന്ദ്രേട്ടാ. ചന്ദ്രൻ്റെ കൈയും പിടിച്ച് മല്ലിക വേഗത്തിൽ മുകളിൽ കയറി. കാര്യമറിയാതെ ചന്ദ്രൻ മല്ലികയെ മിഴിച്ചു നോക്കി. അച്ചുവിൻ്റെ റൂമിനുള്ളിലെത്തിയ മല്ലിക കൈ ബെഡിലേക്ക് ചൂണ്ടി. മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ ചന്ദ്രൻ മിഴിച്ചു നോക്കി. അത്ഭുതത്തോടെ അവർ പരസ്പരം നോക്കി. ഇതെങ്ങനെ? രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ച് മുഖത്തോട് മുഖം നോക്കി. മല്ലി, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം അവസാനിപ്പിച്ചു എന്നാടി ഒന്നായത്? ചന്ദ്രൻ താടിക്ക് കൈ കൊടുത്ത് മല്ലികയെ നോക്കി. അല്ല ചന്ദ്രേട്ടാ, നമ്മുടെ ഇളയ മകൻ്റെ കല്യാണമല്ലേ ഇന്നലെ കഴിഞ്ഞത്? മൂത്തതിൻ്റെ അല്ലല്ലോ. മല്ലികയും ചന്ദ്രൻ്റെ അതേ ഭാവത്തിൽ പറഞ്ഞു. അച്ചുവിനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ഉറക്കമാണ് അമ്മു. അവളെ ചേർത്ത് പിടിച്ച് അവനും നല്ല ഉറക്കമാണ്. രാവിലെ വർക്കൗട്ട് കഴിഞ്ഞ് അച്ചുവിൻ്റെ റൂമിന് ഫ്രണ്ടിലെത്തിയ മനു ചന്ദ്രനും മല്ലികയും അകത്തു നിൽക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് കയറി. രണ്ടുപേരുടെയും നോട്ടം പോയിടത്തേക്ക് നോക്കിയ അവൻ്റെ രണ്ട് കണ്ണും പുറത്തു വരുമെന്ന അവസ്ഥയിലായി. അമ്മ, നിങ്ങൾ കണ്ടത് തന്നെയാണോ ഞാനും കണ്ടത്? മിഴിച്ചു നോക്കി പറയുന്നവനെ നോക്കി മല്ലിക നെടുവീർപ്പിട്ടു. അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഇന്നലെ എൻ്റെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നോ അതോ ഏട്ടൻ്റെയോ? കണ്ണു ചിമ്മി ഉറക്കമെഴുന്നേറ്റ് അച്ചുവിൻ്റെ അരികിൽ കൈകെട്ടി നിന്ന് മനു ചോദിച്ചതും അച്ചു കണ്ണു ചുളിച്ച് അവനെ നോക്കി. നെഞ്ചിലൊരു ഭാരം അറിഞ്ഞതും അവൻ നോക്കിയപ്പോഴാണ് അമ്മു അവൻ്റെ നെഞ്ചിൽ കിടക്കുന്നത് കണ്ടത്. അവനൊന്ന് പുഞ്ചിരിയോടെ അവളുടെ തലയിൽ തഴുകി. പക്ഷെ പെട്ടെന്ന് തന്നെ ഞെട്ടി മുന്നിലുള്ളവരെ നോക്കി. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്നതും അമ്മു ഉറക്കം മുറിഞ്ഞ മുഖത്തോടെ കണ്ണു തുറന്നിരുന്നു. മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അച്ചു ദയനീയമായി ചമ്മി നോക്കി. എല്ലാം തീർന്നു, അവൻ സ്വയം പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാനായെന്ന അമ്മുവിനെ ദയനീയമായി ഒന്ന് നോക്കി. അവളൊരു ചിരിയോടെ അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. പൂർത്തിയായി, അവൻ മനസ്സിൽ പറഞ്ഞ് മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. അവളുടെ പ്രവൃത്തിയിൽ കണ്ണു തള്ളി മിഴിച്ചു നോക്കി നിൽക്കുന്നവരെ കണ്ട് അവൻ ജാള്യതോടെ അവളെ നോക്കി. എന്നിട്ട് ഒരോട്ടമായിരുന്നു എഴുന്നേറ്റ്. ചന്ദ്രൻ ചിരിയോടെ മല്ലികയെ നോക്കി. രണ്ടുപേരുടെയും മനസ്സ് നിറഞ്ഞിരുന്നു. റൂമിൽ പോയിട്ടും നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ നഖം കടിച്ച് നടക്കുകയാണ് അമ്മു. നാണക്കേടായി. ഈ അച്ഛൻ്റെ വാതിൽ കുറ്റിയിട്ടിടായിരുന്നോ? ഞാൻ ഇനി എങ്ങനെ അവരെയൊക്കെ ഫേസ് ചെയ്യും? ഇനി ശ്രീ കൂടിയേ ബാക്കിയുള്ളൂ. കുറച്ചു നേരം ചമ്മി നിന്ന് അവൾ ഫ്രഷ് ആകാനായി കയറി. മനുവിൻ്റെ കളിയാക്കലുകളും ആക്കിച്ചിരിയും സഹിക്കാൻ കഴിയാതെ അച്ചു അവൻ്റെ മുതുകിനിട്ടൊരു ഇടി കൊടുത്തു. എല്ലാവർക്കും എന്തു പറ്റിയെന്ന് ആലോചിച്ച് നടപ്പാണ് അല്ലു. കുളിക്കാൻ കയറിയതിനാൽ അവൾക്ക് മറ്റുള്ളവർ കണ്ട സീൻ മിസ്സായിരുന്നു. ഡൈനിങ് ടേബിളിൽ ചുറ്റിലുമിരിക്കുമ്പോൾ മനുവിൻ്റെയും ചന്ദ്രൻ്റെയും കണ്ണുകൾ അച്ചുവിൻ്റെ മേലായിരുന്നു. അവൻ എറുകണ്ണിട്ട് അവരെ നോക്കി കുനിഞ്ഞിരുന്നു. പാത്രത്തിൽ വിരലിട്ട് വരച്ചുകൊണ്ടിരുന്നു. എത്രയെണ്ണം ഉണ്ടേട്ടാ? മധുവിൻ്റെ ചോദ്യത്തിന് അച്ചു അവനെ സംശയിച്ചു നോക്കി. എന്ത്? അല്ല, ഈ ഡിഷ് വാഷിൻ്റെ പരസ്യത്തിൽ പാത്രത്തിലൊരു ബാക്ടീരിയ ഉണ്ടാവുമെന്ന് കാണിക്കില്ലേ? അതേപോലെ നോക്കുന്നത് കണ്ട് ചോദിച്ചതാ. അച്ചു അവനെ ബോട്ടിൽ കയ്യിലെടുത്തെറിയുന്നത് പോലെ കാണിച്ചു. ചന്ദ്രൻ ചിരിയടക്കിയിരുന്നു. അപ്പുറത്ത് അപ്പമെടുത്ത് അതിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അമ്മു. എത്ര കുഴി എണ്ണി അമ്മു?
പാത്രത്തിൽ കറി വിളമ്പിക്കൊണ്ട് മല്ലിക ചോദിച്ചതും അമ്മു ദയനീയമായി ഒന്ന് നോക്കി. എന്നാൽ ഇതൊന്നും മനസ്സിലാവാതെ പൊട്ടൻ തെയ്യം കാണുന്നത് പോലെ ശ്രീയും അല്ലുവും പരസ്പരം എല്ലാവരെയും നോക്കി. കേട്ടോ ശ്രീ, ഇവിടെ ചിലർ കല ഉടയ്ക്കുന്നത് ആരും അറിഞ്ഞിട്ടില്ല. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും, അവസാനം പവനായി ശവമായി. മനു ശ്രീയെ നോക്കി ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല മനു, എന്താ ഇവിടെ? ശ്രീ അവൻ്റെ മനസ്സിലുള്ളത് ചോദിച്ചു. ഇന്ന് രാവിലെ കൃത്യം 7:30 ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ഞങ്ങൾ കണ്ടു. അതായത് വർഷങ്ങൾ കീരിയും പായമ്പും ആയിരുന്നവർ ഒന്നിച്ചു. ബാക്കി പറയും മുൻപേ അച്ചു മനുവിൻ്റെ കാലിനിട്ട് ചവിട്ടിയിട്ട് ചാടിത്തുള്ളി എഴുന്നേറ്റു പോയി. പിറകെ അമ്മുവും എഴുന്നേറ്റോടി. ചന്ദ്രനും മല്ലികയും പൊട്ടിച്ചിരിയോടെ നോക്കി നിന്നു. പിന്നെ ശ്രീയോട് മല്ലിക തന്നെ പറഞ്ഞു കൊടുത്തു അവരുടെ പിണക്കം മാറിയെന്ന്. ശ്രീയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. അല്ലുവിന് അപ്പോഴും ഒന്നും മനസ്സിലായില്ല. മനു അവളെ നോക്കി കണ്ണ് ചിമ്മി. ഉച്ചയായപ്പോൾ അമ്മുവിനെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും അവൾ ഹാളിലേക്ക് വിളിച്ചിരുന്നു. മല്ലികാമേ, അച്ഛാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. മുൻപ് ഞാൻ തനിയായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളോടുകൂടി ആലോചിക്കാതെ എനിക്കൊരു കാര്യവും തീരുമാനിക്കാൻ പറ്റില്ല, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. മറ്റുള്ളവർ അവരെ സംശയത്തോടെ നോക്കി. എന്താമു, നിന്റെ മുഖം കണ്ടിട്ട് ഗൗരവമുള്ള കാര്യമാണല്ലോ, ചന്ദ്രൻ പറഞ്ഞു. തച്ചുവിൻ്റെ കാര്യമാണ്. അവളത് പറഞ്ഞുകൊണ്ട് ശ്രീയെ നോക്കി. അവൻ്റെ മുഖത്ത് ടെൻഷനുണ്ടായിരുന്നു. തച്ചുവിനെന്താ, അസുഖത്തെ പറ്റിയാണോ മോളെ? മല്ലിക ആദിയോടെ ചോദിച്ചു. ഏയ് അല്ലമ്മേ, അത് അവൾക്കൊരു വിവാഹാലോചന. എല്ലാവരും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. അമ്മു, മല്ലിക ദേഷ്യത്തോടെ അവളെ വിളിച്ചു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്, എന്നിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. അമ്മു ശ്രീക്ക് തച്ചുവിനെ ഇഷ്ടമാണെന്നും അവളെ വിദഗ്ധ ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതുമൊക്കെ അവൾ സംസാരിച്ചു. അമ്പരപ്പോടെ അവരെല്ലാം അവനെ നോക്കി. അച്ചുവിനെല്ലാം അറിയാമായിരുന്നതിനാൽ അവനൊരു പുഞ്ചിരിയോടെ കേട്ടിരുന്നു. മോനെ, നീ കാര്യമായിട്ടാണോ? അവൾ വയ്യാത്ത കുഞ്ഞല്ലേ? നാളെ അവൾ നിനക്കൊരു ബാധ്യതയാവരുത്, മല്ലിക കണ്ണു നിറച്ച് ശ്രീയോട് പറഞ്ഞു. അവൻ വെപ്രാളത്തിൽ മല്ലികയുടെ കയ്യിൽ പിടിച്ച് അവരെ നോക്കി. കൈവിട്ട് കളയാനല്ല, ചേർത്ത് പിടിക്കാനും ഞാൻ കൂടെ കൂട്ടുന്നത്. ഞാൻ നോക്കിക്കോളാം. അവൾ ഒരിക്കലും എനിക്കൊരു ബാധ്യതയല്ല ആൻറ്റി. നാളെ അവൾ പഴയ അവസ്ഥയിൽ തിരിച്ചെത്തി എന്നെ മറന്നാൽ പോലും എനിക്ക് വേദനയുണ്ടാവില്ല. അതുവരെയെങ്കിലും അവൾ എപ്പോഴും എനിക്കൊപ്പം ഉണ്ടാകുമല്ലോ. അവൻ്റെ വാക്കുകൾ അവരുടെ മനസ്സ് നിറച്ചിരുന്നു. മല്ലിക അവൻ്റെ നെറുകയിൽ മുത്തി. ഇവനേക്കാൾ ആരും തച്ചുവിനെ നോക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. സന്തോഷത്തോടെ ഞാൻ അവളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ചന്ദ്രൻ അവൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ശ്രീ, നിന്റെ വീട്ടുകാർ ഇത് അംഗീകരിക്കുമോ? അനിയൻ സ്നേഹിച്ച് വിവാഹം കഴിക്കാനിരുന്ന പെണ്ണിനെ ഏട്ടൻ കെട്ടിയാൽ? മനു അവൻ്റെ ആശങ്ക പങ്കുവെച്ചു. അവരൊന്നും എൻ്റെ വീട്ടുകാരല്ല മനു. ഇരട്ടക്കുട്ടികളായിരുന്നെങ്കിലും ഞാൻ വളർന്നത് വല്യച്ഛൻ്റെ കൂടെയായിരുന്നു. സ്വത്തിനോടും പണത്തിനോടും മാത്രമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും താല്പര്യം. അഭി തച്ചുവിനെ ആ മണ്ഡപത്തിൽ ഉപേക്ഷിച്ചു പോയോ, അന്ന് തീർന്നു അവരുമായുള്ള എല്ലാ ബന്ധവും. വലിയച്ഛനോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് 100 വട്ടം സമ്മതമാണ്. മനുവിൻ്റെ മുഖം തെളിഞ്ഞു. പക്ഷെ സാരംഗി മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തുകയായിരുന്നു. ഇരയെ വേട്ടയാടി പിടിക്കാനുള്ള വേട്ടക്കാരൻ്റെ തന്ത്രത്തോടെ.